ഇപ്പോൾ 60 രൂപയുള്ള ബുക്കിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 രൂപയാണ്. 47 12 രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. എന്ത് റേറ്റ് വരുന്നത്? ഇപ്പൊ MRP 48 ആണ്. ഇതിന് ഏകദേശം 30 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 30 രൂപ 20% പറഞ്ഞാൽ 20% കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറക്കാൻ പോണ്. അപ്പൊ പഠിക്കണ പിള്ളേരുള്ള എല്ലാ ആൾക്കാർക്കും പുസ്തകമൊക്കെ വാങ്ങിക്കാൻ എന്തായാലും ആവശ്യം വരും. ഏകദേശം ഒരു 20% വില കുറവിൽ ബുക്കൊക്കെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ടീമിനെ കുറിച്ച് അറിഞ്ഞ് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. ഇവരാണ് നമ്മളെ അനിയന്മാര്. ഇവരാണ് ഈ ബുക്ക് നമുക്കിവിടെ എത്തിച്ചു തരുന്നത്. നിങ്ങളിൽ എന്തൊക്കെയാണുള്ളത്? പേപ്പർ ഗ്രിഡിന്റെ ബുക്സ് ആണ് മെയിനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പേപ്പർ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കൂടുതലല്ലേ? അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇങ്ങനെ ഈ 20% ഒക്കെ കുറച്ച് കൊടുക്കാന്ന് വെച്ചാൽ അതിലെന്താണ് കാര്യം? ഈ ഹൈ ക്വാളിറ്റി ബുക്സ് എല്ലാവർക്കും ഉപയോഗിക്കണമെന്നുണ്ടാവും, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കണമെന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് 20% ഓഫിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. ഇപ്പോൾ 60 രൂപയുള്ള ബുക്കിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 രൂപയാണ്. 47 12 രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ബുക്കിന്. കണക്കൊന്നും ശരിയാവണില്ല. 60 12 48 ആണ്. അതെ, 48 അല്ല 20% പറഞ്ഞാൽ 20% കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതെ, അതിന് കൂടുതൽ 48 അല്ല 47 കൊടുക്കണം. അത് വീട്ടിലെത്തിച്ചു കൊടുക്കും. നമുക്ക് ആ പോണ സമയവും കടയിൽ പോയി നിൽക്കണ സമയവും ആ പോണതിന്റെ ചെലവും അത് കൂടാണ്ട് ഒരു 12 രൂപ വേറെ ഡിസ്കൗണ്ട് ഉണ്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഫ്രീ ഡെലിവറി കൊടുക്കുന്നത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചെറിയൊരു ഡെലിവറി ചാർജ് വരുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോ തിരക്കൊണ്ട് മേടിക്കാൻ പറ്റുന്നറിയില്ല. ഇപ്പൊ നമ്മൾ വിളിച്ചല്ലോ, അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ കടയിൽ പോയി മേടിക്കാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ ഇത് വിളിച്ചതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ 2 നേരം ഡ്യൂട്ടി ഉണ്ട് എനിക്ക് ജിമ്മില്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനോ അവരുടെ കൂടെ പോകാൻ നടക്കൂല. അപ്പൊ ഇതുപോലുള്ള പരിപാടികൾ എല്ലാ പരിപാടിയിലും വരണമെങ്കിൽ സന്തോഷമായിരുന്നു. എന്തൊക്കെയാണ് നമ്മളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇപ്പോ കാൽക്കുലേറ്റർ വരുന്നുണ്ട്. ഒരു ഇതിപ്പോൾ നമ്മൾ ഇവിടേക്കുള്ള ബുക്സും അതുപോലെ തന്നെ ബോക്സ് പെൻസിൽ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്താണ് വന്നിട്ടുള്ളത്. ഒരു ബോക്സ് സെറ്റ് പെൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനും ഇതുപോലെ 20% ഓഫ് ഉണ്ടോ? എല്ലാത്തിനും 20% ഇല്ല. നമ്മൾ ആ ഒരു മാർജിൻ കുറച്ച് കൊടുക്കും. സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കാട്ടിയും എന്തായാലും കുറച്ച് നമ്മൾ ഇതിന് കൊടുക്കും. ഗ്യാരണ്ടിയാണ്. പിൻ പെൻ എന്ന് പറയുന്നത് 9 എണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ ഇപ്പോ ബോക്സ് അതെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്. ഇതിന് MRP 140 വരുന്നത് നമ്മൾ വെറും 120 രൂപക്കാണ് കൊടുക്കുന്നത്. 20 രൂപ കുറച്ചിട്ട്. അതെ. പിന്നെ റേസറിന് നമ്മൾ 5 രൂപ കുറച്ച്, അങ്ങനെ എല്ലാ സാധനത്തിനും നമ്മൾ എന്തായാലും കുറച്ച് കൊടുക്കുന്നതായിരിക്കും കസ്റ്റമേഴ്സിന്. പിന്നെ പെൻസിലിന്റെ സെറ്റ് വരുന്നുണ്ട്. ബുക്ക് പെൻസിൽ ഇതൊക്കെ ഉള്ളു. ബുക്ക് കവർ ചെയ്യാനുള്ള വരുന്നുണ്ട്. ഇപ്പൊ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ അജിക്കാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ കിട്ടുവാണത്. നമ്മുടെ കയ്യിൽ പേപ്പർ കിട്ടിനെ മാത്രമല്ല, ഇതിപ്പോ എല്ലാവർക്കും ആ ഒരു പ്രൈസ് അഫോർഡ് ചെയ്യാനില്ല. നമ്മളെല്ലാം റേറ്റ് കുറഞ്ഞിട്ടുള്ള അതേ ക്വാളിറ്റി കുറച്ച് കുറവിന്റെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ ക്ലാസ്മേറ്റ്സ് ഒന്നും എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല, പേപ്പർ ഗ്രിഡ് എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ അതിലും താഴെ നിൽക്കുന്ന രീതിയിലുള്ള പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റിയുള്ള ബുക്ക് തന്നെയാണ്. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നത്? ഇപ്പൊ MRP 48 ആണ്. ഇതിന് ഏകദേശം 30 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 30 രൂപ 48 രൂപ ഈ ബുക്ക് 30 രൂപ. അപ്പൊ മറ്റേതിലും റേറ്റ് കുറവാണ്. പക്ഷെ അതിന് ക്വാളിറ്റിയും കുറയും. അതുകൊണ്ടാണ് നമ്മൾ അറിയാലോ ആ ക്വാളിറ്റിയിൽ ഈ സാധനം കൊടുക്കാൻ പറ്റില്ല. ബുക്സിന്റെ കാര്യത്തിലേ ഈ പല സ്ഥലത്തും മറ്റേ എന്താ പറയാ നമ്മുടെ സർപ്ലസ് അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ. ഇപ്പൊ ഇലക്ട്രോണിക്സ് ആയാലും ഡ്രസ്സ് ആയാലും എല്ലാത്തിലും അങ്ങനെ ഉണ്ട്. ഇതിലങ്ങനെയാണ്? ഇതിലങ്ങനെ സർപ്ലസ് അങ്ങനെയാണോ ഇത് കൊടുക്കുന്നത്? വില കുറച്ച് നമ്മൾ കൊടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ യൂസർ സംഭവം അങ്ങനത്തെ ഒരു ഇതിലല്ല. അതായത് റീയൂസ് ആയിട്ട് എന്തെങ്കിലും ഡാമേജ് പരിപാടിയൊക്കെ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മൾ പേപ്പർ ഗ്രിഡിന്റെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ബുക്കുകളാണിത്. അതിൽ നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും നമ്മള്. കാരണം പേപ്പർ ഗ്രിഡിന്റെ അതെ അതന്നെയാണ് നമ്മൾ എടുക്കുന്ന ആ ഒരു സെയിം ഇപ്പോ കടയിൽ കൊടുക്കുന്ന ആ ഒരു സാധനം തന്നെയാണ് നമ്മളും കൊടുക്കുന്നത് പേപ്പർ ഗ്രിഡിന്റെ. പിന്നെ ഇപ്പോ കളർ ഗ്രീഡിയൻസ് നമ്മളൊക്കെ പറയേണ്ടതില്ലല്ലോ. പേപ്പർ ഗ്രിഡ് ബുക്കാണ്, പലതരം ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ബുക്ക് ഐറ്റംസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇവരെ സ്ഥലം പറഞ്ഞത് നമ്മുടെ മതിലകം പുന്നക്കോ സാറ് അതിൻ്റെ ഇടയിലാണ്. ആ ഒരു ഏരിയയിലുള്ള ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ആയിട്ട് സംഭവം ഡെലിവറി ചെയ്യും. അതിൻ്റെ മുകളിലേക്കുള്ളതിന് ചെറിയൊരു ഡെലിവറി ചാർജ് വരും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്ന് വിളിക്കുക. 20% കുറച്ചിട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു ചെറിയ എന്താ ചാറ്റൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഇത് എന്തായാലും ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് അല്ല, ഇത് എത്തിച്ചു കൊടുക്കലും ഈ ഒരു വില കുറച്ച് കൊടുക്കലും ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാവും. ഓക്കെ, നമുക്കുള്ള കിട്ടി കഴിച്ചു.
ബുക്ക് വാങ്ങിക്കുന്ന ആൾക്കാർ ബുക്കിൻ്റെ ചട്ടയും അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവരെ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇവർ എത്തിച്ചേരും. ഇവർക്ക് ഇൻസ്റ്റയിൽ പേജ് ഉണ്ട്. ഇൻസ്റ്റയിൽ പേജിൻ്റെ പേര് എന്താണ്? നമ്മുടെ പേജിന്റെ പേര് daybook.in എന്നാണ്. daybook.in. അപ്പോൾ ഈ 2 കിലോമീറ്റർ ചുറ്റളവിലോ അതിൻ്റെ അപ്പുറത്തേക്ക് പല ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർക്കായാലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ പേജിൽ കയറിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൊറിയറായിട്ട് ഇവരവിടെ എത്തിച്ചേരും.